ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 12 ടിപ്സ് ആണ് പറയുന്നത്. എസ്പെഷ്യലി ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണം. അതുപോലെ തന്നെ നമ്മളുടെ എത്ര ലോ ഇൻകം ആയിക്കോട്ടെ എങ്ങനെ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൈൻ യുവർ ഇനഫ്. നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ? നിങ്ങൾക്ക് ചിലപ്പോൾ വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും, കാർ മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ആ ആഗ്രഹങ്ങൾക്കൊരിക്കലും പരിധികളില്ലല്ലേ. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ വേണം, എന്തൊക്കെ ഗോൾസിലേക്ക് എത്തണം, അത് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒരു പേപ്പറും പെന്നുമായിട്ട് ഇരിക്കുക, ഇത് കൃത്യമായിട്ട് എഴുതുക. എസ്പെഷ്യലി എൻ്റെ സ്റ്റുഡൻസ് ആണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് പറയുന്ന 12 ടിപ്പുകളും എഴുതിയെടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പണം എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് ഫൈൻഡ് ചെയ്യുക. നിങ്ങളുടെ ഇൻകമും എക്സ്പെൻസസും ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ 30 ഡേയ്സ് നിങ്ങളിപ്പം ഈ ഒരു മന്ത് കാണുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ട് എല്ലാ എക്സ്പെൻസസും ട്രാക്ക് ചെയ്യുക. അതുപോലെ എന്തൊക്കെ ഇൻകം വന്നിട്ടുണ്ട് എന്നുള്ളത് ട്രാക്ക് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എവിടെയാണ് നമ്മൾക്ക് പൈസ ചിലവാകുന്നതെന്ന് മനസ്സിലായാലേ അതനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് ചിലവായാൽ അറിയാൻ പറ്റുമായിരിക്കും, യെസ് എനിക്ക് ഇത്ര ഒരു എമൗണ്ട് ചിലവായെന്ന്. പക്ഷേ ചെറിയ ചെറിയ എമൗണ്ടുകളുണ്ട്. ചിലപ്പോൾ നമ്മുടെ ടീ സ്നാക്സ് കഴിക്കുന്നതായിരിക്കാം, ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് എക്സ്പെൻസസ് ചിലപ്പോൾ നമുക്ക് വരും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൃത്യമായിട്ട് അത് എഴുതിയിട്ട് അത് ഒരു മാസം എത്ര രൂപ നമുക്ക് ചിലവാകുന്നുണ്ട്. അപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എവിടെയൊക്കെയാണ് എക്സ്പെൻസസ് നമുക്ക് കുറയ്ക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. തേർഡ്, അത് ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇൻകം വരുമ്പോൾ തന്നെ സേവിങ്സിലേക്ക് മാറ്റിവെക്കുക. എത്ര രൂപ ഞാൻ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റിവെക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ബാക്കി എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപേയും ഇതൊരു ഹാബിറ്റായിട്ട് ബിൽഡ് ചെയ്യുക. എല്ലാ മാസവും ഒരു ഹാബിറ്റ്, അത് ചെറിയൊരു തുക ആയിക്കോട്ടെ കുഴപ്പമില്ല, ഒരു 500 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുമോ അത് മാറ്റിവെക്കുക. എല്ലാ മാസവും കൃത്യമായിട്ട് അത് മാറ്റിവെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ്. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഇൻകം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷെ എങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഇപ്പം പോസ്റ്റ് ഓഫീസിലൊക്കെ ആണെങ്കിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്, എസ്പെഷ്യലി ഹാബിറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. നാലാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ബാക്കി വന്നാൽ സേവ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് മാറ്റുക. കാര്യം പല ആൾക്കാരും ചെയ്യുന്നത് ഇൻകം വരുന്നു, എക്സ്പെൻസസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, അതിനുശേഷം സേവിങ്ങിന് വേണ്ടി മാറ്റാൻ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം വരുന്നു, നമുക്ക് വേണ്ട സേവിങ്സിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങൾ മാറ്റുന്നു, നീഡഡ് ആയിട്ടുള്ള എക്സ്പെൻസസിലേക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പിന്നെ നമുക്ക് ബാലൻസ് വരുന്ന എമൗണ്ട് വാൻസിലേക്ക് മാറ്റി വെക്കാൻ പറ്റും. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 20,000 ആണ് സാലറി എങ്കിൽ ഒരു 10% ആണ് നമ്മൾ സേവിങ്ങിന് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 2,000 മാറ്റി വയ്ക്കുക, ആദ്യം തന്നെ മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ നീഡഡ് എക്സ്പെൻസസ് എന്തൊക്കെയാണെന്ന് ഓൾറെഡി നമ്മൾ എക്സ്പെൻസസ് ട്രാക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ആ നീഡഡ് എക്സ്പെൻസസിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ വാൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതിനകത്ത് തന്നെ എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ മാറ്റിവെച്ച്, ഒരു വലിയ തുക വേണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് മാറ്റിവെച്ച് നമുക്ക് ആ ഒരു പ്രോഡക്റ്റോ എന്തെങ്കിലും ഒരു കാര്യം മേടിക്കണം എന്നുണ്ടെങ്കിലോ മേടിക്കാം. ഫിഫ്ത്ത് ടിപ്പ് എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള ഫുഡ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺവീനിയൻസ് ശരിക്കും പറഞ്ഞ ഒരു ബ്ലെസ്സിങ്ങും കേഴ്സും ആയിട്ട് മാറിയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. നമുക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ, പെട്ടെന്ന് തന്നെ ഫുഡ് കിട്ടും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ചിലപ്പം നമ്മൾ ഒരുപാട് എമൗണ്ട് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പം 5-6 ദിവസമൊക്കെ നമ്മൾ ഫുഡ് വെളിയിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ചിലവ് നമുക്കുണ്ടാവും. അതിന് പകരം നിങ്ങൾക്ക് വീക്കെൻഡിലേക്ക് 2 ദിവസത്തേക്ക് മാറ്റുക, അല്ലെങ്കിൽ ദിവസങ്ങൾ കുറയ്ക്കുക, ഹോംലി ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക, മീൽ പ്ലാനർ പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പം മീൽ പ്ലാനറിൻ്റെ വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം അത് റൈറ്റ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എക്സ്പെൻസസ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. ആറാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്നതിന് മുന്നേ
ഒരു 24 അവേഴ്സോ അല്ലെങ്കിൽ കുറച്ച് ദിവസം ഞാൻ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കും. എഴുതി വെക്കുമ്പോഴത്തേക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇത് ഇപ്പോൾ വേണ്ട ആവശ്യമാണോ, അതോ ഒരു 2-3 മാസം കഴിഞ്ഞ് എനിക്ക് മേടിച്ചാൽ മതിയോ, അങ്ങനെ ഒരു ബൈങ് ഡിസിഷൻ എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യും. കാരണം ഇമ്പൾസ് ബൈങ് എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ പണം നമുക്ക് സ്പെൻഡ് ആവുന്നത്. അപ്പോൾ അതിന് പകരം ഇമ്പൾസ് ബൈങ് നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാബിറ്റ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എല്ലാം നിങ്ങൾക്കിപ്പോൾ ഈ ഒരു മന്ത് എന്തൊക്കെയാണ് വേണ്ട കാര്യങ്ങൾ എഴുതുക. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ നമ്മൾ എന്തായാലും നമുക്കൊരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 24 അവേഴ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയൊരു ബൈങ് പർച്ചേസിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അത് മേടിക്കുക. ചില സമയത്ത് നമുക്കത് ചിലപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും. അപ്പം അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, നീഡ് വേഴ്സ് വാണ്ട്. നമ്മുടെ നീഡും വാണ്ടും തിരിച്ചറിയാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ എന്ത് കാര്യം മേടിക്കുന്നതിന് മുന്നേ ഇതെനിക്ക് നീഡറാണോ അതോ എൻ്റെ വാണ്ടാണെന്നുള്ളത് ആലോചിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാൻ, നിങ്ങൾക്കൊരു നല്ലൊരു ഫോണുണ്ട്, നല്ല രീതിയിൽ അതിൽ വീഡിയോസ് എടുക്കാൻ പറ്റുന്നു, കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ കൊണ്ടുവന്ന ഒരു ഫോണാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നമുക്കൊരു നീഡാണല്ലേ. അത് നമുക്ക് ഒരു ഫോൺ ഇന്നത്തെ കാലത്ത് വേണം, അതിൻ്റെ അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേണം. പക്ഷേ വാണ്ടായിട്ട് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പുതിയൊരു ഫോണിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ ഇറങ്ങി, എപ്പോൾ എനിക്ക് ഉടനെ തന്നെ അത് മേടിക്കണം എന്ന് എനിക്ക് തോന്നുവാണ്, അല്ലെങ്കിൽ എനിക്കിത് മേടിച്ചാലേ പറ്റുള്ളൂ. നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ EMI എടുത്തോ അങ്ങനെയൊക്കെ മേടിക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ബേർഡനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു വാണ്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നീഡാണോ വാണ്ടാണോ എന്നുള്ളത് നമ്മൾ നോക്കുക. അതിൽ നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ സൈക്കോളജി ഓഫ് മണി എന്ന് പറഞ്ഞ ബുക്ക് വായിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ആരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് എന്നാൽ വേണ്ട കാര്യങ്ങൾ മേടിക്കാനും കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് പറ്റണം. അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. 8ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് കടം കുറയ്ക്കുക. ഈ കൂടുതൽ ആളുകൾ ഞാൻ കണ്ടിട്ടുള്ളത് ബിസിനസ്സിലാണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കടം ഒരുപാട് കൂടുന്തോറും നമുക്ക് പ്രഷർ കൂടും, നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്രശ്നം വരും. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ കടങ്ങളുണ്ടോ അത് നിങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കുറയ്ക്കുക എന്ന് വെച്ചാൽ ചില കടങ്ങളെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കടങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബുക്കും പെന്നുമായിട്ട് എന്തൊക്കെ കടങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ടോ അതെല്ലാം ലിസ്റ്റ് ഡൗൺ ചെയ്യുക. അതിൽ ചെറിയ കടങ്ങളുണ്ടാവും, ആ കടങ്ങൾ നിങ്ങൾ ആദ്യം അടച്ചു തീർക്കാൻ ശ്രമിക്കുക. അതിനുശേഷം വലിയ കടങ്ങൾ പതിയെ പതിയെ പെട്ടെന്ന് തന്നെ അടച്ചു തീർക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ അടച്ചു തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങളുടെ മൈൻഡിനെ യൂസ് ചെയ്യാൻ പറ്റും. ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനും അത് ഒരുപാട് കാര്യങ്ങൾ ഡിസിഷൻ മേക്ക് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കടം മേടിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. 9th പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, പ്രൊട്ടക്റ്റ് യുവർ വെൽത്ത്. 3 കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ എടുക്കുക. ഇയർലി നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് റിന്യൂ ചെയ്ത് പേയ്മെൻറ്റ് അടച്ചു പോകുന്നതിന് ഒരു മുടക്കവും വരുത്താതെ ചെയ്യുക. കാരണം എപ്പോഴാണ് മെഡിക്കൽ എക്സ്പെൻസസ് വരുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എടുക്കുക, അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക. അതൊരു നമുക്ക് റിട്ടേൺ തരും എന്ന് വിചാരിച്ചിട്ടല്ല, നമുക്ക് എന്തെങ്കിലും ഒരു കേസസിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം ഫിനാൻഷ്യൽ ബേർഡൻ ഇല്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കും. 2ാമത്തെ കാര്യം, എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് വരുന്ന എമൗണ്ടിൽ തന്നെ അത് ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ, ഒരു 500 2000 റുപ്പീസൊക്കെ നമുക്ക് മാറ്റി ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുവാണെങ്കിൽ, അൺഎക്സ്പെക്റ്റഡ് ബില്ല്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻസസ്, മെഡിക്കൽ എക്സ്പെൻസ് ആയിരിക്കും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരാം, നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ എമർജൻസി ഫണ്ട് ഹെൽപ്പ് ചെയ്യും. ഒരു ലോങ് ടേമിലേക്ക് ഇട്ടേക്കുന്ന എമൗണ്ട് നിങ്ങൾക്കത് ക്ലോസ് ചെയ്യാതെ തന്നെ ഈ എമർജൻസി ഫണ്ട് കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ലോൺ എടുക്കുന്നതൊക്കെ കുറയ്ക്കാൻ നമുക്ക് സഹായിക്കും ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പം ആ ഒരു ഡിസിപ്ലിൻ നിങ്ങൾ കീപ്പ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ 3rd ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ടേം ഇൻഷുറൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിലും ഈ ഒരു ഹാബിറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പെൻസസ് ഫ്യൂച്ചറിൽ കുറയ്ക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും. 10ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ലേൺ ഹൈ ഇൻകം സ്കിൽസ്. നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ്
ഡെവലപ്പ് ചെയ്യുക. അത് സെയിൽസ് ആവാം, മാർക്കറ്റിംഗ് ആവാം. ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത് നമ്മുടെ ഇൻകം സ്കില്ല് കൂട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അവിടെ നമ്മൾ കോഴ്സസിലും ട്രെയിനിങ്സിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നാളെ നമുക്ക് റിട്ടേൺ ആയിട്ട് അല്ലെങ്കിൽ ഇൻകം നമുക്ക് ജനറേറ്റിംഗ് കാര്യങ്ങളായിട്ട് മാറും. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യം, നോളജ് അക്വയർ ചെയ്യുന്നത് മാത്രമല്ല ആക്ഷൻ എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, അത് ഇംപ്ലിമെൻറ്റും കൂടി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് വരുന്നതും മണി ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിലും ഫോക്കസ് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. 11ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സേവിങ് നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇൻകം ഗ്രോത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. കാര്യം നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് എക്സ്പീരിയൻസസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ചിലപ്പോൾ ഫ്രീലാൻസിങ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങോ കോച്ചിങ്ങോ അങ്ങനെ കൊടുക്കാം, ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം, ഓൺലൈൻ ഡിജിറ്റൽ പ്രോഡക്ട്സ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ എക്സ്പെൻസസ് കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് കൂടി ആണ്. ഇനി 12ാമത്തതും നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻകം കൂടുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ഉടനെ തന്നെ ചെയ്യും. ഒരിക്കലും നമ്മൾ പെട്ടെന്ന് തന്നെ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ്, ഇപ്പോൾ നിങ്ങൾക്ക് 20,000 കിട്ടുന്നിടത്ത് 30,000 കിട്ടുമ്പോൾ ഉടനെ തന്നെ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സെയിം സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കും നിങ്ങൾ പോകുന്നത്. പകരം അവിടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എക്സ്പെൻസസ് കുറയ്ക്കാനും ഇൻകം കൂട്ടാനും ചെയ്യുന്നത് പോലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എമൗണ്ട് എത്ര ആയിക്കോട്ടെ നിങ്ങൾ ഏൺ ചെയ്യുന്നത്, പക്ഷേ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഹാബിറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 12 ടിപ്പിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടിപ്സ് ഏതാണെന്നുള്ളത് കമൻറ്റിൽ ഇടുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഇൻകം എക്സ്പെൻസ് ട്രാക്കർ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങൾ ആ ലിങ്കിൽ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻകം എക്സ്പെൻസ് ട്രാക്കർ ഞങ്ങൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അണ്ടിൽ ദെൻ ജോഷോൺ സൈനിങ് ഓഫ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിക്കോ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയി മാറുമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മൈൻഡ് സെറ്റ്, ബിസിനസ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോസിറ്റീവായ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഞങ്ങൾക്കുണ്ട്. ആ ഫാമിലിയിലേക്ക് നിങ്ങളും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക.